അധികാരത്തിൽ കയറിയത് മുതൽ നടപ്പിലാക്കുന്ന ഓരോ പദ്ധതികളും ഒടുവിൽ ട്രംപിന് തന്നെ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് വീണ്ടും ഒരു വൻ തിരിച്ചടി ട്രംപിന് നേരെ വന്നത്. നേരത്തെ ഫെഡറൽ തൊഴിലാളികളെ നിയമവിരുദ്ധമായി പിരിച്ചുവിട്ട് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനത്തിനെതിരെ ഇപ്പോൾ 20 സംസ്ഥാനങ്ങളാണ് കേസ് നൽകിയത്. ആയിരക്കണക്കിന് ഫെഡറൽ പ്രൊബേഷണറി തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തിനെതിരെ 20 സംസ്ഥാനങ്ങൾ നിരവധി ഫെഡറൽ ഏജൻസികളെ കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്ന വാർത്തയാണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും. കാരണം ഓരോ പദ്ധതികളും തിരിച്ചടിയായി പ്രതിഫലിക്കുമ്പോൾ ഇതും ട്രംപിന് ഒട്ടും പുതുമയില്ലാത്ത കാര്യമല്ല എന്നാണ് മിക്ക ആളുകളും അഭിപ്രായപ്പെടുന്നത്. എല്ലാ പദ്ധതികളും വേഗം തന്നെ നടപ്പിലാക്കാനുള്ള ട്രംപിന്റെ തിരക്കാണ് എല്ലാത്തിനും കാരണമെന്നും ഈ എടുത്തുചാട്ടത്തിന് ലഭിച്ച പ്രതിഫലം എന്നിങ്ങനെയാണ് ട്രംപിന് നേരെ ഉയരുന്ന പരിഹാസം. കൂടാതെ ഈ നീക്കം നിയമവിരുദ്ധമാണെന്നും ഒരു നാൾ ഫെഡറൽ തൊഴിലാളികൾ ഇതിനുള്ള മറുപടി നൽകുമെന്നും ട്രംപിനെ വെല്ലുവിളിച്ചതായും ചിലർ പറഞ്ഞു. മേരിലാൻഡ് 19 സംസ്ഥാനങ്ങളുമായി ചേർന്ന് ഈ കേസിന് നേതൃത്വം നൽകുന്നു. ഒപ്പം തന്നെ വ്യാഴാഴ്ച വൈകി മേരിലാൻഡിൽ ഫയൽ ചെയ്ത ഫെഡറൽ കേസിൽ അറ്റോർണി ജനറലിന്റെ സഖ്യത്തിന് സംസ്ഥാന അറ്റോർണി ജനറൽ ആന്റണി ബ്രൗൺ നേതൃത്വം നൽകുന്നുവെന്ന് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ സംസ്ഥാനത്തിന്റെ കണക്കനുസരിച്ച് ഏകദേശം 10% കുടുംബങ്ങൾക്ക് ഫെഡറൽ സർക്കാരിൽ നിന്ന് വേതനം ലഭിക്കുന്നുവെന്നാണ് കണക്കിൽ നിന്നും വ്യക്തമാകുന്നത്. കൂടാതെ ട്രംപ് ഭരണകൂടത്തിന്റെ ക്രൂരമായ ഈ നടപടികൾ പതിനായിരക്കണക്കിന് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം തടസ്സപ്പെടുത്തുകയും ഒപ്പം തന്നെ മേരിലാൻഡിൽ കോടിക്കണക്കിന് ഡോളർ വരുമാനം നഷ്ടപ്പെടുത്തുന്നതിനും ഇടയാക്കിയതായും മേരിലാൻഡിന്റെ ഡെമോക്രാറ്റിക് ഗവർണർ വെസ് മൂർ ഈ ഒരു പരാതിയെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചു. അരിസോണ, കാലിഫോർണിയ, കൊളറാഡോ, കണക്റ്റിക്കട്ട്, ഡെൽവെയർ, ഹവായ്, ഇല്ലിനോയിസ്, മസാച്യുസെറ്റ്സ് തുടങ്ങിയ 20 സംസ്ഥാനങ്ങളാണ് ട്രംപ് ഭരണകൂടത്തിനെതിരെ കേസ് നൽകിയിട്ടുള്ളത്. അതേസമയം ഫെഡറൽ പ്രൊബേഷണറി ഇനിയുള്ള ജീവനക്കാരെ കൂടുതൽ പിരിച്ചുവിടുന്നത് തടയാനും പിരിച്ചുവിട്ടരെ പുനഃസ്ഥാപിക്കാനുമായി മേരിലാൻഡിലെ ഫെഡറൽ കോടതിയിൽ താൽക്കാലിക നിരോധന ഉത്തരവിനായി അപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ അറ്റോർണി ജനറൽ ബ്രൗണിന്റെ ഓഫീസിൽ നിന്നുള്ള ഒരു പ്രസ്താവനയിൽ കൂട്ട പിരിച്ചുവിടലുകൾ സംസ്ഥാനങ്ങൾക്ക് നികത്താനാവാത്ത ഭാരങ്ങളും ചിലവുകളും ഉണ്ടാക്കിയെന്നും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കാരണം ഈ ഒരു സംസ്ഥാനങ്ങൾ അടുത്തിടെ തൊഴിൽ രഹിതരായ തൊഴിലാളികളെ പിന്തുണയ്ക്കുകയും തൊഴിലില്ലായ്മ സഹായത്തിനുള്ള അവകാശവാദങ്ങൾ അവലോകനം ചെയ്യുകയും ഇതിൽ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കൂടാതെ പ്രസ്താവനയിൽ മേരിലാൻഡിൽ പിരിച്ചുവിട്ട 800-ലധികം ഫെഡറൽ തൊഴിലാളികൾ ഇതിനകം തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾക്കായി അപേക്ഷിച്ചിട്ടുണ്ട്. കൂടാതെ നികുതി വരുമാനം നഷ്ടപ്പെടുത്തിയതും കൊണ്ട് ഈ പിരിച്ചുവിടലുകൾ സംസ്ഥാന ധനകാര്യത്തെ ബാധിക്കുമെന്നും കേസ് വാദിച്ചു. അതേസമയം ഫെഡറൽ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട ഈ ഒരു സംഭവത്തിൽ ട്രംപ് നടത്തിയത് വഴിവിട്ട ആക്രമണമാണ് എന്നാണ് ഗവർണർ ബ്രൗൺ വ്യക്തമാക്കുന്നത്. ഇത് ആയിരക്കണക്കിന് കുടുംബങ്ങളെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യമാണ് ഈ ഒരു നടപടിയെന്നും നിയമം പാലിക്കുന്നതിനും സംസ്ഥാനങ്ങളെ അറിയിക്കുന്നതിനും പകരം അദ്ദേഹത്തിന്റെ ഭരണകൂടം മേരിലാൻഡിനെ ഇല്ലാതാക്കിയാണ് ചെയ്തതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇതിനൊക്കെ മറുപടിയായി വഞ്ചന, ദുർവിനിയോഗം, ദുരുപയോഗം എന്നിവ ലക്ഷ്യമിട്ടാണ് താൻ ഈ പ്രവൃത്തി ചെയ്തതെന്നും മസ്കിന്റെ ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പ് പുതിയ ജീവനക്കാരെയും കരിയർ ജീവനക്കാരെയും പിരിച്ചുവിടുകയും ഏജൻസി നേതാക്കളോട് വലിയ തോതിലുള്ള കുറവുകൾ ആസൂത്രണം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് ട്രംപ് നൽകുന്ന മറുപടി. കൂടാതെ യൂണിയനുകളും അറ്റോർണി ജനറലും ഡോഗിന്റെ അധികാരത്തെ വെല്ലുവിളിച്ചതും ഈ കേസുകളിൽ ആക്കം കൂട്ടി.